ശ്രീ ജി സുധാകരനെ എനിക്ക് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ അറിയാവുന്ന ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് പല പ്രസംഗ മത്സരങ്ങളിലും പരിപാടികളിലും ചെറുപ്പകാലത്ത് തന്നെ ഒരുമിച്ച് വ്യത്യസ്ത പാർട്ടികളിലായി പോയിട്ടുള്ളതാണ്. ഞങ്ങൾ മാവേലിക്കരക്കാരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും എൻ്റെ കുടുംബവും തമ്മിലൊക്കെ പരസ്പരം അറിയാവുന്നതാണ്, പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് ജി സുധാകരനിൽ കാണാൻ കഴിയുന്നതാണ്. തൻ്റെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ജി സുധാകരൻ. അദ്ദേഹം രണ്ട് തവണ മന്ത്രിയായപ്പോഴും 4 തവണ MLA ആയപ്പോഴുമെല്ലാം ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ്. പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്ത് 140 MLA-മാർക്ക് ഒരുപോലെയാണ് PWD ഫണ്ട് അദ്ദേഹം നൽകിയത്. ഇന്നിപ്പോൾ അങ്ങനെ അല്ലല്ലോ. ആ ജനാധിപത്യ മര്യാദ എല്ലാ കാലത്തും ശ്രീ ജി സുധാകരൻ കാണിച്ചു എന്നുള്ളത് സത്യമാണ്. അഴിമതിക്കെതിരെ ഏറ്റവും നല്ല പോരാട്ടം നടത്തിയ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങൾക്ക് സ്വീകാര്യനായ വ്യക്തിയാണ്. വ്യക്തിപരമായി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാലത്തും വ്യക്തിപരമായി നല്ല ബന്ധം ഞങ്ങളുമായിട്ടൊക്കെ ആലപ്പുഴ ജില്ലയിൽ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഏതായാലും അദ്ദേഹത്തോട് പാർട്ടി ചെയ്തത് വലിയ കടുത്ത അനീതിയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തെ രാഷ്ട്രീയ ശത്രുക്കളോട് പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതൃത്വം അദ്ദേഹത്തോട് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം അദ്ദേഹത്തെ വളരെ മോശമായും അദ്ദേഹത്തിൻ്റെ പിതാവിനെ മോശമായും ചിത്രീകരിച്ച ആളുകളുടെ പേരിൽ പോലും നടപടിയെടുത്തില്ല. ഞാൻ അദ്ദേഹത്തെ ആശുപത്രിയിൽ പരിക്കേറ്റ് അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞ് പരുമല ആശുപത്രിയിൽ പോയപ്പോൾ ഞാൻ പോയി കണ്ടപ്പോഴാണ് എന്നോടിത് പറഞ്ഞത്. കഴിഞ്ഞ കുറേ നാളുകളായി ഏതാണ്ട് ഒരു 5 വർഷത്തിലധികമായി അദ്ദേഹത്തെ പാർട്ടി സഖാക്കൾ വേട്ടയാടുകയായിരുന്നു എന്നുള്ള സത്യമാണ്. ഒരു 10-60 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ, അഴിമതിയില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഇങ്ങനെ വേട്ടയാടുകയും അദ്ദേഹത്തെ ജില്ലയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് വരെ തരം താഴ്ത്തുകയും ചെയ്ത നടപടി കേരള സമൂഹം കണ്ടതാണ്. ഞങ്ങൾക്ക് അദ്ദേഹമായിട്ടൊക്കെ വളരെ വർഷങ്ങളുടെ വ്യക്തിബന്ധങ്ങളുണ്ട്. വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ആ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുമായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളൊക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. അതിന് അദ്ദേഹത്തെ വിളിച്ചു പോലും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ സ്വതന്ത്രനായി നിൽക്കുമെന്നുള്ള വാർത്ത ഇപ്പോൾ കേട്ടു. പക്ഷെ അത് ആ കാര്യത്തിൽ എന്ത് വേണമെന്നുള്ളത് പാർട്ടിയും UDF-ഉം ആലോചിച്ച് നിലപാട് സ്വീകരിക്കേണ്ട കാര്യമാണ്. അത് പാർട്ടി നേതൃത്വവും UDF നേതൃത്വവും കൂട്ടായി ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. അദ്ദേഹത്തെ പോലൊരു പൊതുപ്രവർത്തകൻ നിയമസഭയിൽ വരേണ്ടത് നല്ല കാര്യമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തീർച്ചയായും നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിനും ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നല്ലതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ പാർട്ടിയോ മുന്നണി എന്ത് തീരുമാനിക്കണം എന്നുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒന്നും ഫയലിലായിട്ടില്ലല്ലോ. ഇല്ല, നമ്മളെ നിങ്ങളെ കേട്ടപ്പോൾ തന്നെ ഇപ്പം ഞങ്ങളും കേട്ടത്. അപ്പോൾ പാർട്ടിയും മുന്നണിയും ആലോചിച്ച് ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. പെട്ടെന്നൊരു പ്രതികരണം അതിൽ നടത്താൻ സാധ്യമല്ല. കാരണം അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതേ സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരും ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതാക്കന്മാരുമായൊക്കെ കൂടി ആലോചിക്കണ്ടേ. പിന്നെ മുന്നണിയാണ്
UDF-നകത്ത് അതിനെപ്പറ്റി ചർച്ച വേണ്ടേ, എന്നിട്ട് വേണ്ടേ തീരുമാനിക്കാൻ. ഈ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവ് കൂടിയാണ്. അവിടെ മത്സരിച്ചാൽ ജില്ലയിലെ പ്രകടനത്തോട് സഹായകരമാണ് കോൺഗ്രസിന്റെ മറ്റ് മണ്ഡലങ്ങളിൽ. അല്ല, അതെല്ലാം ഞങ്ങൾ വിലയിരുത്തും. പാർട്ടി നേതാക്കൾ, ജില്ലാ തലത്തിലുള്ള പാർട്ടി നേതാക്കന്മാരുമായും എല്ലാം കൂടി ആലോചിച്ച് ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. പൊതുവെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കനത്ത തിരിച്ചടിയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. സുധാകരനെ പോലെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അപമാനിച്ച് പുകച്ച് പുറത്തു ചാടിച്ചിരിക്കുകയാണ് ഇവർ. അദ്ദേഹം അനുഭവിക്കുന്ന വേദനയും വിഷമവും ഓരോ വാക്കിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ പുകച്ച് പുറത്തു ചാടിക്കേണ്ട ഒരാളല്ല ഈ സുധാകരൻ. അദ്ദേഹത്തിന്റെ കുടുംബം രക്തസാക്ഷി കുടുംബമാണ്, CPM-ന്റെ രക്തസാക്ഷി കുടുംബമാണ്. ആ രക്തസാക്ഷി കുടുംബത്തിലുള്ള ഒരു വ്യക്തിയെ അപമാനിച്ച് ആക്ഷേപിച്ച് പുകച്ച് പുറത്തു ചാടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ കനത്ത വഞ്ചനയാണ് എന്നാണ് എനിക്ക് പറയാൻ. അല്ല, അതൊക്കെ ഉണ്ടായി കാണും, ചരിത്രത്തിൽ അതൊക്കെ ഉണ്ടായി കാണും. പക്ഷെ അദ്ദേഹത്തോട് ചെയ്ത അനീതി, അദ്ദേഹം 60-65 വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി എല്ലാം ത്യജിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ അതിന്റെ പിന്നിൽ എത്രമാത്രം മനോവേദന അദ്ദേഹത്തിന് ഉണ്ടായി കാണുമെന്ന് നമ്മളെല്ലാം ആലോചിക്കണം. കേരളം ആലോചിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തെ പൊതുപ്രവർത്തകനെ എങ്ങനെ കമ്മ്യൂണിസ്റ്റ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ അദ്ദേഹത്തെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു, ആക്ഷേപിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങളിപ്പോ ഞങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത് വരട്ടെ, ചർച്ച ചെയ്ത് തീരുമാനം. പാർട്ടിയിൽ ഒരു പ്രശ്നമല്ല, പാർട്ടി നേതൃത്വം എടുക്കാൻ തീരുമാനത്തോടൊപ്പം എല്ലാവരും നിൽക്കുമല്ലോ. ഞാൻ അതല്ല പറഞ്ഞത്. നമ്മളിപ്പോ 5 മിനിറ്റ് മുമ്പ് അദ്ദേഹത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്കൊന്ന് കൂടി ആലോചിക്കാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റുമോ ഒരു പാർട്ടിക്ക്? നിങ്ങൾ എടുക്കപ്പെടാതെ സമയം എന്താ? അതെ, അതല്ല അദ്ദേഹത്തിന്റെ അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഇത്രയും അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത CPM നടപടി വളരെ 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 തെറ്റാണ്. പിന്നെ അവരുടെ ചരിത്രം ഇതാണ്. KR ഗൗരിയമ്മയ്ക്കും MV രാഘവനും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അവരെ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവരെ എല്ലാം അപമാനിച്ച് പുകച്ച് പുറത്തേ അടിച്ച് അവരെ വഴിയിൽ കരിയൊഴി ഒഴുക്കി അപമാനിക്കുകയൊക്കെ ചെയ്ത ചരിത്രമാണ്. അല്ല, അവർക്ക് എന്തായാലും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ. അവരെയൊക്കെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യം. പാർട്ടി അപമാനിച്ചും പുറത്താക്കിയിട്ടും MV രാഘവനും ഗൗരിയമ്മയ്ക്കൊക്കെ വീണ്ടും MLA-മാരും മന്ത്രിമാരാകാനും ജനങ്ങളെ സേവിക്കാനും ഒക്കെയുള്ള അവസരം കേരളത്തെ ജനങ്ങൾ നൽകിയില്ലേ? അതൊന്നും ചെറിയ കാര്യമല്ലല്ലോ. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞു. അതെന്റെ പാർട്ടിയും മുന്നണിയും തീരുമാനം. ഞാൻ ആ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ്. അപമാനം ഒരു വർഷത്തെ തുടങ്ങിയിട്ടുണ്ട്, അധിക്ഷേപം തുടങ്ങിയിട്ടുണ്ട്. പുറത്തു പോയാൽ വെറും ഷൂവായിരിക്കും. 1, 2, 3 ആണല്ലേ നോക്കാതെ. ഞങ്ങളെല്ലാം ഇവിടെ ആലോചിക്കുന്നത് 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞ